മെൽറ്റിംഗ് മൊമെൻറ്റ്സ് മ്യൂസിക് സീരീസിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് മായാ മാളവ ഗൗള എന്ന രാഗത്തെ പറ്റിയാണ്. അതിൻ്റെ ഒരു തുടർച്ച കൂടി തന്നെയാണ് ഈ എപ്പിസോഡും. 72 മേളകർത്ത പട്ടികയിൽ 15ാമത്തെ രാഗമാണ് മായാ മാളവ ഗൗള. ആരോഹണത്തിലും അവരോഹണത്തിലും സപ്തസ്വരങ്ങളും വരുന്ന രാഗം കൂടിയാണിത്. ഇതിനെ സമ്പൂർണ്ണ രാഗം എന്നാണ് പറയുന്നത്. അതുപോലെ ശ്രുതിസ്വരങ്ങൾ മധ്യസ്ഥായി ഷഡ്ജം, മധ്യസ്ഥായി പഞ്ചമം, താരസ്ഥായി ഷഡ്ജം ഇവയെ ത്രിസ്ഥാനങ്ങൾ എന്നാണ് പറയുന്നത്. സാ പാ സാ പാ സാ ഇതാണ് ശ്രുതിസ്വരങ്ങൾ അഥവാ ത്രിസ്ഥാനങ്ങൾ. ആരോഹണം ഒന്ന് പാടി നോക്കാം. സ രി ഗ മ പ ധ നി സ സ നി ദ പ മ ഗ രി സ. പറയുമ്പോൾ അടിസ്ഥാനപരമായി നമുക്ക് 7 സ്വരങ്ങളാണുള്ളത് അല്ലേ, സപ്തസ്വരങ്ങൾ. അപ്പോൾ പാടുമ്പോൾ 8 സ്വരങ്ങൾ വരുന്നുണ്ട്. അവസാനം ഷഡ്ജം റിപ്പീറ്റ് ചെയ്യുന്നു. ഇതിനെ പറയുന്ന പേരാണ് സ്വരാഷ്ടകം. അപ്പോൾ സപ്തസ്വരങ്ങൾ എന്ന് പറയുന്നത്, സപ്തസ്വരങ്ങൾ ഏതാണെന്ന് നോക്കാം. സ ഷഡ്ജം, രി ഋഷഭം, ഗ ഗാന്ധാരം, മ മധ്യമം, പ പഞ്ചമം, ധ ധൈവതം, നി നിഷാദം. പ്രകൃതിയിൽ നിന്നാണ് സംഗീതത്തിന്റെ ഉൽപ്പത്തി. സാമവേദത്തിൽ നിന്നാണ് സംഗീതത്തിന്റെ ഉത്ഭവം. പ്രകൃതിയിലെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും സൗണ്ടിൽ നിന്നാണ് സപ്തസ്വരങ്ങളും വന്നിട്ടുള്ളത്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഷഡ്ജം മയിൽ, ഋഷഭം കാള, ഗാന്ധാരം അജരവ ഗാന്ധാരം ഗാന്ധാരം ഗാന്ധാരം, മ മധ്യമം, ക്രൗഞ്ചം ശ്രുതിയിലുണർത്തും നിസ്വനം മധ്യമം, പ പഞ്ചമം, പഞ്ചമം പാടും കുയിലോ, ധ ധൈവതം, ദൈവതം കുതിരയുടെ ശബ്ദം അല്ല, കുതിരയുടെ ശബ്ദവും പറയുന്നുണ്ട്, അതുപോലെ തന്നെ തവളയുടെ ശബ്ദവും പറയുന്നുണ്ട്. നീ നിഷാദം ആനയുടെ ശബ്ദം. ഈ 7 സ്വരങ്ങളെയും വളരെ സ്പഷ്ടമായിട്ട് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് ഗാനം നമുക്കുണ്ട്. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ ദേവസഭാതലൗരാഖിലമാകുവാൻ. ഈ ഒരു പാട്ട് എല്ലാവരും ഒന്ന് കേട്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സ്വരങ്ങളും ഏതൊക്കെ മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളതെന്ന് വളരെ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ വരികളിൽ വന്നിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായി കാണാം. മായാ മാളവ ഗൗള ടു ബി കണ്ടിന്യൂഡ്. ബൈ.